വെൽക്കം ബാക്ക് ടു നച്ചുമാസ് വേൾഡ്. നച്ചുമാസ് വേൾഡിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കൊരു ഓണാഘോഷം ആയാലോ? ഞാനിപ്പോൾ ഉള്ളത് CMS LP സ്കൂളിലാണ്, ബാവച്ചിയുടെ സ്വന്തം സ്കൂളിൽ. അവിടെ നിന്ന് ഓണാഘോഷമാണ്. അപ്പം നമ്മൾ പേരൻസ്, PT അംഗങ്ങൾ, കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന്, ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു അടിപൊളി ഓണം ആഘോഷിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതേ കുഞ്ഞു മക്കളൊക്കെ വെറൈറ്റി കോസ്റ്റ്യൂംസിൽ വളരെ മുല്ലപ്പൂവൊക്കെ വെച്ച് വളരെ ട്രഡീഷണൽ ലുക്കിലൊക്കെ വന്നിരിക്കുന്നതാണ്. ഭയങ്കര ഭംഗിയാണ്. കുഞ്ഞു കുഞ്ഞു ചോട്ട മക്കളൊക്കെ മുണ്ടൊക്കെ കൊടുത്ത് മടക്കി നിൽക്കണമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ അവരെ എല്ലാം ഒന്ന് കണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ അത്തപ്പൂക്കളം ഇടാനുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്തു. രാവിലെ തന്നെ വന്ന് പൂക്കളെല്ലാം ഒക്കെ എല്ലാവരും കൂടെ വെച്ചു. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പൂക്കളം ഒരുക്കുന്ന സമയത്ത് ഞാൻ ദൂരെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം കൂടെ ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ കണ്ടു. ഇതിനിടയ്ക്ക് കുറേ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ വെറുതെ ചൊടിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന പൂവാണ്, നിങ്ങളുടെ അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരൊത്തൊത്ത് മറുപടി പറയുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ ക്ലാസ്സുകളിലെയും കുട്ടികൾക്ക് വേർതിരിച്ച്, അതായത് LKG, അതുപോലെ ഫസ്റ്റ്, സെക്കൻഡ്, അങ്ങനെ ഓരോ സ്റ്റാൻഡേർഡ് തരം തിരിച്ചിട്ട് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കസേര കളി അങ്ങനെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് പൂക്കളം അത്യാവശ്യം ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തുമായിരുന്നു. അപ്പോൾ കുറച്ച് പൂക്കൾ മിച്ചം ഉണ്ടാവും, തികയില്ല എന്ന് വിചാരിച്ചെങ്കിലും കുറച്ച് പൂക്കൾ മിച്ചം വന്നപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് ഒരു ലെയറും കൂടെ ഇടാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് സ്കൂളിൽ നല്ല അടിപൊളി പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികൾ അതിനൊക്കെ അനുസരിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ കൺട്രോൾ പോകുന്നു, ഞാൻ തെറ്റിദ്ധരിച്ചു. ബിക്കോസ് എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ആ ഒരു പാട്ടിനൊക്കെ അനുസരിച്ച് താളം തുള്ളി. ആ പാട്ട് ഇവിടെ കേൾപ്പിക്കാതെ ഞാൻ നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊന്നുമല്ല, നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ വാവച്ചിക്ക് ഇഷ്ടമുള്ള കുറേ പാട്ടുകൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സദ്യക്കുള്ള സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. PT അംഗങ്ങളും കുട്ടികളുടെ മാതാപിതാക്കളും ടീച്ചേഴ്സും എല്ലാവരും ചേർന്നിട്ടാണ് ഓണസദ്യക്കുള്ള വിഭവങ്ങൾ അടുപ്പിച്ചുകൊണ്ടിരുന്നത്. പായസവും ചോറും മാത്രം നമ്മൾ സ്കൂളിൽ വെച്ചു. അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വേണ്ടിയിട്ട് ഒരുപാട് ഗെയിംസ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിരുന്നു ഉറിയടി മത്സരം, അതുപോലെ തന്നെ വടംവലി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഉറിയടി മത്സരത്തിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെയാണ് കേട്ടോ. അപ്പം രണ്ടാമത് ഉറിയടിക്കാൻ വന്ന ചേച്ചിയാണ് ഫസ്റ്റ് വാങ്ങിയത്. ഈ ചേച്ചി ആദ്യം നമ്മൾ കറക്കിയൊക്കെ ഇടുമ്പോൾ നമുക്ക് എവിടെ എന്താണെന്നൊക്കെയുള്ളൊരു ധാരണയില്ലായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി. അതിനുശേഷം ഒരു ട്രൈയും കൂടെ ചെയ്തു. എന്നിട്ടും ചേച്ചിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ലക്കില്ലായിരുന്നു. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് കുട്ടികളൊക്കെ ആണെങ്കിലും വളരെ നന്നായിട്ട് ചിറപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിതിൽ ഏറ്റവും സന്തോഷം തോന്നിയതും മറ്റൊന്നുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ഓണത്തിൻ്റെ ആ ഒരു വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാതെ പോകുന്നൊരു സമയമാണിന്ന്. ബിക്കോസ് നമ്മളിൽ പലരുടെയും വീടുകളിൽ അല്ലെങ്കിൽ പലയിടത്തും പണ്ടത്തെ രീതിക്ക് ഓണമില്ല. ഓണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ സദ്യ പോലെ ഉണ്ടാക്കുന്നു, നമ്മൾ കഴിക്കുന്നു, കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സാധാരണ ഉള്ള ഓണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫാമിലീസ് എല്ലാവരും കൂടെ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നു, അവിടെ ഓണം ആഘോഷിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള മത്സരങ്ങൾ, വടംവലി മത്സരങ്ങൾ, കാര്യങ്ങളൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ കണ്ട് വളരുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഗേൾസ് ടീമിൽ മത്സരിക്കാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ ടീം പരാജയപ്പെട്ടു. നമ്മുടെ ഓപ്പോസിറ്റ് ടീമാണ് ജയിച്ചത്. അപ്പോൾ അവർക്ക് ക്യാഷ് പ്രൈസ് ആയിരുന്നു 1001 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് ഫസ്റ്റ് പ്രൈസിന് കിട്ടി. ഇനി സെക്കൻഡ് ജെൻസ് ടീം, നമ്മുടെ അച്ഛന്മാരുടെ ടീം, PT അംഗങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ടീമാണിത്. അപ്പോൾ ഈ ഒരു ടീമിൽ മത്സരിച്ച് നമ്മുടെ ഇപ്പോഴത്തെ PT അംഗം നിൽക്കുന്ന PTA പ്രസിഡൻറ്റിൻ്റെ ആ ഒരു ടീമാണ് ജയിച്ചത്. അപ്പം അവർക്കും നമ്മൾ സ്നേഹസമ്മാനം എന്ന രീതിക്ക് പ്രസൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഏത് സൈഡ് വേണം എന്നുള്ള ലാസ്റ്റ് ടോസാണ്, കാരണം ടൈ വന്നായിരുന്നു. അപ്പം ഒരു ടോസൊക്കെ ഇട്ട് നോക്കിയിട്ടൊക്കെയാണ് അവർ കളിച്ചത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു സ്പിരിറ്റിലേക്ക് വന്നു, ആ ഒരു ഗെയിം സ്പിരിറ്റിലേക്ക് അവരും വന്നു. വളരെ രസകരമായിട്ട് ഉള്ള ഒരു ദിവസം എന്ന് വേണം എനിക്ക് ഒരു ദിവസത്തെ ഓർക്കുമ്പോൾ പറയാൻ ഗൈസ്. അത്ര സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മുടെ വടംവലി മത്സരം വാശിയേറി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ PTA പ്രസിഡൻറ്റിൻ്റെ ടീമായിട്ടുള്ള ഐത്തല ടീമാണ് വിജയിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ ഗിഫ്റ്റ് ചെയ്തത് ഉപ്പേരി ആയിരുന്നു. അപ്പോൾ ഉപ്പേരി
നമ്മളവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഇതിനൊക്കെ ശേഷമാണ് നമ്മൾ ഓണസദ്യയിലേക്ക് പോകുന്നത്. നമുക്ക് ഒരുപാട് ചീഫ് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ അവരെല്ലാവരും ചേർന്ന് കുഞ്ഞുമക്കളുടെ കൂടെ നല്ല അടിപൊളിയായിട്ട് ഓണസദ്യ കഴിച്ചു. എല്ലാവരും ഭയങ്കര ആസ്വദിച്ച് കഴിച്ചു ഗൈസ്. എല്ലാ കറികളും അതായത് നല്ല രീതിക്ക് ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ അങ്ങനെ എല്ലാവരും ചേർന്ന് ആ ഒരു ഓണസദ്യ കഴിച്ചു. അതിനുശേഷമാണ് നമ്മുടെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കൈകൊട്ടിക്കളിക്ക് അവസാന നിമിഷം ഞാനും ഓടിപ്പോയി കയറിയായിരുന്നു. ഒരു രസം എന്നുള്ള രീതിക്ക് ആ ഒരു ഫെസ്റ്റിവൽ മൂഡ് എന്നുള്ള രീതിക്ക് പോയതാണ്. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കും വളരെ കംഫർട്ടബിളായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എന്തൊക്കെയോ ചെയ്യാൻ പറ്റി. പ്രാക്ടീസ് കുറവായിരുന്നു. 2 ദിവസത്തെ പ്രാക്ടീസിലാണ് കേട്ടോ ആക്ച്വലി ഇവർ കുഞ്ഞുങ്ങളും ഈ ടീച്ചേഴ്സും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ ഒരു കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ ഒരു ഡാൻസ് പ്രോഗ്രാമിന് ശേഷമാണ് ആക്ച്വലി നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ വിളമ്പിയിട്ടുള്ള ആൾക്കാരും PT അംഗങ്ങളും എല്ലാം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതായിരുന്നു ഒരു ഫൈനൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം അതിന് മുന്നേ തന്നെ നമ്മുടെ കുഞ്ഞു മക്കളും നമ്മുടെ ക്ഷണിച്ച് വരുത്തിയിട്ടുള്ള നമ്മുടെ മുഖ്യ അതിഥികൾ എല്ലാവരും തന്നെ വളരെ എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു. ഈ ഒരു പ്രോഗ്രാംസ് എല്ലാം എൻജോയ് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പോയിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ക്ലീനിങ് പ്രോസസ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഫുൾ സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്തു. അല്ലെങ്കിൽ പിന്നെ അവർ കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികളെ ഇരിക്കാനൊക്കെ അത് ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് നമ്മളത് ഫുൾ ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഈ കാണിക്കണ പോലെ കലാശക്കൊട്ട് നമ്മുടെ സാധാരണ ചെയ്യാറുള്ള അത്തപ്പൂക്കളൊക്കെ വലിച്ചെറിയുന്ന പരിപാടികളും അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ നന്നായിട്ട് തന്നെ ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Hope you all are enjoyed. Happy Onam guys. Bye.